ഹായ് എവ്രി വൺ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് എൻജിൻ ഓയിലിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. പലരും എൻജിൻ ഓയിൽ കണ്ടിട്ടുണ്ടാവാം, ഉപയോഗിച്ചിട്ടുണ്ടാവാം. പലരും എൻജിൻ ഓയിൽ വെറൈറ്റി ബ്രാൻഡ് ഉപയോഗിക്കുന്നുണ്ടാവാം. പക്ഷേ ഇതാണ് ഒരു വാൽവലിൻ 5W30 ഫുള്ളി സിന്തറ്റിക് ഓയിൽ. ഇത് എന്താണ്, ഈ നമ്പേഴ്സ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകാം. ഈ 5W30, 10W40, 0W40, 10W60, 20W50, 520 എന്നീ പല ഓയിൽ കണ്ടിട്ടുണ്ടാകും, പലതും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇതെന്താണെന്ന് പല ആൾക്കും അറിയില്ല. അപ്പം ഈ നമ്പേഴ്സാണ് ഈ എൻജിൻ ഓയിലിൻ്റെ വിസ്കോസിറ്റി. എന്താണ് വിസ്കോസിറ്റി, എന്താണ് ഈ നമ്പേഴ്സ് പ്രതിപാദിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഓയിൽ, ഇപ്പോൾ കുക്കിംഗ് ഓയിൽ എടുക്കാം, അല്ലെ ഹെയർ ഓയിൽ എടുക്കാം. നമ്മളത് എന്ത് ചെയ്യുന്നത്, കുറച്ച് നേരം ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, ആ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തതിനാൽ അത് ഡിഫറെൻറ്റ് ടൈപ്പായി മാറും. അതായത് അത് ഒന്നുകിൽ കട്ടിയായി ഒരു യെല്ലോ, ഒരു വൈറ്റിഷ് വേറെ രീതിയിലേക്ക് മാറും. ദ്രാവക രൂപത്തിൽ നിന്ന് അതൊരു ഘനരൂപത്തിലേക്ക് മാറും. അതേപോലെ അതേ ഓയിൽ, ഹെയർ ഓയിലോ കുക്കിംഗ് ഓയിലോ നിങ്ങളൊരു പാനിലിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് പിന്നീട് നേർത്ത രീതിയിലായിരിക്കും പിന്നീട് അതുണ്ടാകും. അപ്പോൾ ഈ തിക്ക് സെമി ഫ്ലൂയിഡ്, ഫ്ലൂയിഡ് രൂപത്തിലുള്ള ഇതിനെ പ്രതിപാദിക്കുന്ന ഒരു ടേമാണ് വിസ്കോസിറ്റി. അപ്പോൾ നമ്മൾ ഇനി ഈ നമ്പർ എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കറിയാം ഇതിൽ 2 പാർട്ടീഷനുകൾ, ഒരു 5W പിന്നെ ഒരു ഡാഷ് പിന്നെ 30. അപ്പോൾ ഈ 5W എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ഫാരൻഹീറ്റിൽ, അതായത് നിങ്ങൾക്കറിയാം പല കൺട്രീസ് ആർട്ടിക്, അന്റാർട്ടിക് ഏരിയയിൽ പോയിക്കണം, കടുത്ത മഞ്ഞായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും അവിടുത്തെ ക്ലൈമറ്റ്. അപ്പോൾ അവിടെ 0 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ 17.3 സെൻറ്റിഗ്രേഡ് വരും. ആ സെൻറ്റിഗ്രേഡിൽ ഇതിൻ്റെ ഈ ഓയിൽ 5 എന്ന വിസ്കോസിറ്റിയിൽ റിമൈൻ ചെയ്യും. അതേപോലെ അടുത്ത പോർഷൻ ഈ 30 എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസിൽ ഇതിനെ ചൂടാക്കിയാൽ, അതായത് വണ്ടിൻ്റെ ഹീറ്റ് ആവാം, പുറത്തുള്ള ഹീറ്റ് ആവാം, 100 ഡിഗ്രിയിൽ എത്തുമ്പോൾ ഈ ഓയിലിൻ്റെ വിസ്കോസിറ്റി 30യിൽ റിമൈൻ ചെയ്യും. ഇത് കട്ടിയാവാനോ, അതായത് പിന്നെ നേർത്താവാനോ പാടില്ല, ഇതിൽ റിമൈൻ ചെയ്യണം. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെ നിങ്ങളെ വണ്ടിക്ക് എക്സാക്റ്റ് ഓയിൽ കണ്ടുപിടിക്കാന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വെറൈറ്റി ഓഫ് ഓയിൽ ഉള്ളപ്പോൾ എങ്ങനെ നിങ്ങളെ വണ്ടീൻ്റെ ഓയിൽ ചൂസ് ചെയ്യും? അതിൽ 2 ഓപ്ഷൻസാണ്. 2 ഓപ്ഷൻസിൽ ഒന്നാമത്തെ ഓപ്ഷൻ, നിങ്ങളെ വണ്ടീൻ്റെ മാനുവൽ, അതായത് വണ്ടി മാനുഫാക്ചറർ ഒരു ബുക്ക് വെക്കും. ആ മാനുവൽ തുറന്നിട്ട് എൻജിൻ ഓയിലുള്ള ഒരു പാർട്ടിൽ അതിൻ്റെ പേജിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് എൻജിൻ ഓയിൽ ഈ വണ്ടിക്ക് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് ഒരു വെബ്സൈറ്റാണ്, അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ഗൂഗിളിൽ പോയിട്ട് ലൂബ് അഡ്വൈസറിൻ്റെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ലൂബ് അഡ്വൈസേഴ്സ് കുറേ നിങ്ങൾക്ക് കാണാം. ടോട്ടൽ എന്ന കമ്പനീൻ്റെ, വാൽവലിൻ്റെ, ഷെല്ലിൻ്റെ പല ഓപ്ഷൻസും നിങ്ങൾക്ക് കാണാം. അതിൽ ഞാനിപ്പോൾ ഫസ്റ്റ് വാൽവലിൻ്റെ തന്നെ എനിക്ക് ഫസ്റ്റ് ഡ്രോപ്പ് ഡൗണിൽ വന്നു. അപ്പോൾ വാൽവലിൻ ചൂസ് ചെയ്തപ്പോൾ എനിക്ക് നമ്മൾ US-ലാണെങ്കിൽ വണ്ടീൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഇട്ടാൽ നമുക്ക് അതിൽ ചെയ്യാം. അല്ലെങ്കിൽ സെലക്ട് ഓപ്ഷനിൽ സെക്കൻഡ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി ഏതാണെന്ന് വെച്ചാൽ മോട്ടോർ സൈക്കിളാണോ, കാറാണോ, ബസ്സാണോ, ട്രക്കാണോ നോക്കിയിട്ട് അതിനാൾക്കാർ ചൂസ് ചെയ്യുക. കാർ ഇപ്പോൾ ചൂസ് ചെയ്തപ്പോൾ നമുക്ക് ഡ്രോപ്പ് ഡൗൺ മെനു വന്ന് ഇവിടെ ഞാനിപ്പോൾ ഡോഡ്ജ് സെലക്ട് ചെയ്ത് ഡോഡ്ജ് US കാനഡ സെലക്ട് ചെയ്ത് അതിൽ ചാലഞ്ചർ 2000 and above, 2009 and above. അതിൽ നിങ്ങൾക്ക് കാണാം നിങ്ങളെ മോഡൽ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ വരും. അപ്പോൾ ഞാനിപ്പം 3.6 2016 and above ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം റിയൽ വീൽ ഡ്രൈവാണ്, പെട്രോളാണ് എൻജിൻ, V6 സിലിണ്ടർ, കപ്പാസിറ്റി. ഇതാണ് അതിൻ്റെ ഡെഡിക്കേറ്റഡ് എക്സാക്ട് ഓയിൽ 5W20. ഇനി വേണമെങ്കിൽ അതർ കോമ്പണൻറ്റ് എൻജിൻ അല്ലാത്ത നമുക്ക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡിൻ്റെ ഏതാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഓയിൽ ഏതാണെന്ന് നോക്കാം, ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഏതാണെന്ന് നോക്കാം. ഒരു കാര്യം കൂടി, അപ്പോൾ
ഇവിടെ ഒരു കൺഫ്യൂഷനും കൂടിയുണ്ട്. 5000 കിലോമീറ്റർ, 10,000 കിലോമീറ്റർ, 15,000 കിലോമീറ്റർ. അതൊന്നും തീരുമാനിക്കണം നിങ്ങളോ നിങ്ങളെ മെക്കാനിക്കോ അതോ ഒരു എൻജിൻ ഓയിൽ കമ്പനിയല്ല. നിങ്ങളെന്ത് ചെയ്യണം അതിന്? നിങ്ങളെ മാനുവൽ നോക്കി അത് എത്ര കിലോമീറ്റർ ആണ്, അതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങളത് നോക്കി മനസ്സിലാക്കണം. അതാണ് അതിന് ശരി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. I hope you like it. Please put your comments on below. Please like and subscribe my channel. Thank you.